എന്നാണ് ഈ CPM നേതാക്കന്മാർക്ക് ഇങ്ങനെ വിശ്വാസികളോട് സ്നേഹമുണ്ടായത്? എന്നു മുതലാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ക്ഷേത്രങ്ങളിൽ വികസനം ഉണ്ടാകണമെന്നുള്ള ചിന്ത CPM-നുണ്ടായത്? അപ്പോൾ അനിൽകുമാർ, ഇത് നിങ്ങൾ ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ശബരിമലയെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊന്നുമല്ല. നിങ്ങൾ ഇതിനകത്ത് എവിടെയോ ഒരു കച്ചവടം കണ്ടിട്ടുണ്ട്. ഈ പരിപാടിയിൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ വർഗീയവാദികൾക്കല്ല, ഇത് ഭക്തജനങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണെന്ന് പറയാൻ ഗോവിന്ദൻ എന്താ അവകാശമുള്ളത്? ദേവസ്വം ബോർഡിന്റെ പരിപാടിക്കകത്ത് അഭിപ്രായം പറയേണ്ടുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണോ? ജിതിൻ ദേവ് ഈ സന്ധ്യവാരൻ ഉന്നയിച്ചൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ പരിഹാരം കാണാൻ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനമടക്കം യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തു? അതോ ഈ കേസുകൾ ഇങ്ങനെ നിങ്ങളുടെ അണികൾക്ക് മേൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം എന്നുള്ളതാണോ? ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ എടുത്ത ശബരിമല വിശ്വാസത്തിനും ആചാരത്തിനും വേണ്ടി എടുത്ത കേസുകൾ നിൽക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകർ അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണ് എന്ന നിലയ്ക്ക് പ്രചാരണം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണോ ഉള്ളത്? നോക്കൂ, കാലങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ അതാത് സർക്കാരുകളാണ് നിവർത്തിച്ചിട്ടുള്ളതും നടത്തിയിട്ടുള്ളതും ആശയപരമായതും കാഴ്ചപ്പാടോട് കൂടിയ വികസനം അവിടെ നടപ്പിലാക്കിയിട്ടുള്ളതും എല്ലാം അതാത് സർക്കാരുകളാണ്. അതല്ലാതെ ശരിയാണ്, ഒരു വലിയ സംഭവ വികാസം ശബരിമല കേന്ദ്രീകരിച്ചുണ്ടായി. അതിന് ആധാരമായി വന്നത് ഒരു സുപ്രീം കോടതി വിധിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി, നിയമ നടപടികളെ അടക്കം കടന്നുപോയി. പക്ഷേ സർക്കാരുകളാണ് എല്ലാ കാലത്തും ശബരിമല കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾക്കൊക്കെ മുൻകൈയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു വികസന പദ്ധതി മുന്നിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, ഞങ്ങളാണ് വിശ്വാസികളെ അവിടെ സംഘടിപ്പിക്കേണ്ടത് എന്ന അവകാശബോധവും ചിന്തയും എങ്ങനെയാണ് BJPക്ക് ഉണ്ടാകുന്നത്? മധുവിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ നമുക്ക് രണ്ട് വാക്കുകൾ വിശേഷിപ്പിക്കുക. ഒന്ന് കച്ചവടം, രണ്ട് കാപട്യം. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു B ഉണ്ടെന്ന് അറിയാവുന്നവരാണ് കേരളത്തിലെ സമൂഹം മുഴുവൻ. കാരണം CPM-ന് കൃത്യമായ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്. നോക്കൂ, ഇവിടെ K. അനിൽകുമാർ വളരെ ഭംഗിയായിട്ടാണ് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പങ്കുവച്ചത്. എന്നാണ് ഈ CPM നേതാക്കന്മാർക്ക് ഇങ്ങനെ വിശ്വാസികളോട് സ്നേഹമുണ്ടായത്? എന്നു മുതലാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ക്ഷേത്രങ്ങളിൽ വികസനം ഉണ്ടാകണമെന്നുള്ള ചിന്ത CPM-നുണ്ടായത്? അപ്പോൾ അനിൽകുമാർ, ഇത് നിങ്ങൾ ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ശബരിമലയെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊന്നുമല്ല. നിങ്ങൾ ഇതിനകത്ത് എവിടെയോ ഒരു കച്ചവടം കണ്ടിട്ടുണ്ട്. ആ കച്ചവടം പുറം സമൂഹം ചർച്ച ചെയ്തിരിക്കാനാണ് നിങ്ങൾ ഈ വിവാദങ്ങളിലൊക്കെ എല്ലാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ഇവിടെ എവിടെയോ നിങ്ങളൊരു കച്ചവട സാധ്യത കാണുന്നുണ്ട്. ആ കച്ചവട സാധ്യത മുതലാക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിയത്. അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസികളോട് സ്നേഹവും ആത്മാർത്ഥതയും ശബരിമല സംരക്ഷിക്കപ്പെടണമെന്നുള്ളൊക്കെ താല്പര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ആദർശങ്ങളും നിങ്ങളുടെ മാനിഫെസ്റ്റോയും ഇതെല്ലാം ഇതിൽ നിന്ന് തീർത്തും വിരുദ്ധമാണ്. അപ്പോൾ ഈ കച്ചവടത്തിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. കാരണം നിങ്ങൾ നോക്കൂ മാധു, ഇവിടെ പൊതുമരാമത്ത്, ടൂറിസം, IT, സയൻസ് ആൻഡ് ടെക്നോളജി, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് ധാരാളം നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്. ഈ നിക്ഷേപങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ ഇതിനൊക്കെ ഒരുപക്ഷെ ഉടക്കുമായി നിൽക്കുന്നത് റവന്യൂ ആണ്. ഈ ശബരിമല സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം, ഈ അയ്യപ്പ സംഗമത്തിനകത്ത് ഇവർ കണ്ടുവച്ചിരിക്കുന്ന ഏതൊക്കെയോ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടാവും. ആ ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇവർ ഏതെങ്കിലുമൊക്കെ ചെയ്യും. ഈ താല്പര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ലോക കേരള സഭ ഉഡായിപ്പിനകത്ത് ചെയ്തതുപോലെ ഈ റവന്യൂ വകുപ്പിനെയും കൂടെ വെട്ടിക്കൊണ്ട് ഒരു സിംഗിൾ വിൻഡോ സംവിധാനം തുറക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ആ സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ ഈ പറഞ്ഞ റവന്യൂ ഉൾപ്പെടെയുള്ള അനുമതികൾ ഇങ്ങനെ നേടിക്കെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇതാണ് ഇവരുടെ ഉദ്ദേശം. കാരണം കിട്ടുന്ന കമ്മീഷൻ പണം CPIക്ക് കൊടുക്കാതെ CPM-ന് മാത്രമായിട്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ ബജറ്റ് അലോക്കേഷൻ നിങ്ങൾ പരിശോധിക്കും, 60% ഈ ഒരു കുടുംബത്തിലാണ്. കേരളത്തിന്റെ ബജറ്റിന്റെ 60% വിനിയോഗിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും അല്ലെങ്കിൽ ആ ബജറ്റ് അലോക്കേഷനും ഈ ഒരു കുടുംബത്തിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ കച്ചവട താല്പര്യമുണ്ട്. രണ്ടാമത് അനിൽകുമാർ എന്തോ പ്രേരണാകുമാരി ആരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്, RSS ആക്ടിവിസ്റ്റ് ആണ്. അനിൽകുമാറിന്റെ ചോദ്യം ചോദിച്ചോട്ടെ, ഈ RSSന്റെ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണോ CPM? ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ പരിവാർ സംഘടനയാണോ? RSSകാർ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒരു വിധി ഉണ്ടായി, RSS കേസ് കൊടുത്തതുകൊണ്ട് ആ വിധിയെ ഞങ്ങൾക്ക് പാലിക്കേണ്ട ഞങ്ങളുടെ ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ എന്താ പറയുക പോലീസ് വേഷമൊക്കെ ഇടിയിപ്പിച്ച് ആക്ടിവിസ്റ്റുകളോട് പോയെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ യുവതീ പ്രവേശനത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ പരിപാടി
ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആരാണ്? ദേവസ്വം ബോർഡാണോ ഈ പരിപാടി പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമല്ലേ? ജൂൺ മാസം 25-ാം തീയതി മന്ത്രി വാസവനല്ലേ പരിപാടി പ്രഖ്യാപിച്ചത്? ഈ പരിപാടിയിൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ വർഗീയവാദികൾക്കല്ല, ഇത് ഭക്തജനങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണെന്ന് പറയാൻ ഗോവിന്ദൻ എന്താ അവകാശമുള്ളത്? ദേവസ്വം ബോർഡിന്റെ പരിപാടിക്കകത്ത് അഭിപ്രായം പറയേണ്ടുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണോ? അപ്പോ ഇതിന്റെ സംഘാടക സമിതി മാധു എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ സംഘാടക സമിതി മൊത്തം മന്ത്രിമാരല്ലേ? അപ്പൊ ഇത് തട്ടിക്കൂട്ട് CPM പരിപാടിയാണ്, തട്ടിക്കൂട്ട് സർക്കാർ പരിപാടിയാണ്. ഈ പരിപാടിയുടെ മറവിൽ, ഈ പരിപാടിയുടെ പുറവിൽ, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുടെയൊക്കെ പുറകിൽ മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവും വിശ്വാസ സമൂഹവും പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച B പരിപാടി അവർ തുടങ്ങും. ഏതോ ഒരു കച്ചവടം, ആ കച്ചവട താല്പര്യം ഇവർ സാധിച്ചു കൊടുക്കും. അതാണ് ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ഒരു കാപട്യം ഇതിനകത്തുണ്ടാകാം. രാഷ്ട്രീയമായ കാപട്യം ഇതിനകത്തുണ്ടാകാം. അത് ഈ പറയുന്നതുപോലെ എന്താണ്, ശബരിമല വാമല മഹാചര്യം, ഞങ്ങൾക്ക് കിട്ടണം പണവും വോട്ടും, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം, അങ്ങേക്ക് ഇപ്പോഴും BJP പ്രവർത്തകരോട് ഇത്രമാത്രം ആത്മാർത്ഥ തുളുമ്പുന്ന സ്നേഹമുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. BJP പ്രവർത്തകർക്കെതിരെടുത്ത കേസുകൾ മാത്രമല്ല ശ്രീ സന്ദീപ് വാര്യർ, BJP ആവശ്യപ്പെടുന്നതും പരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നതും വിശ്വാസ സമൂഹത്തിന് മുഴുവൻ എടുത്ത കേസുകളാണ് പിൻവലിക്കേണ്ടത്. ഈ നാട്ടിലെ ഏതാണ്ട് 2000, 2200, 600, 700 പെറ്റി കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. അല്ലാതെ ബാലൻസ് ഉള്ള മുഴുവൻ കേസുകൾ ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിനെതിരെയാണ്. തന്ത്രിയുടെ പിന്നെ എന്താ പറയുക, തന്ത്രിയുടെ വൈഫിനെതിരെ, ഭാര്യയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ നാട്ടില്. ശബരിമല ബന്ധപ്പെട്ട് നിൽക്കുന്ന പേട്ട സംഘങ്ങൾക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം നൂറുകണക്കിന് ഇവിടെ ഒരു കാര്യം ശരി ശ്രീ വി എസ്, ഞാൻ അങ്ങേലേക്ക് വരാം. ഉത്തരത്തിലേക്ക് ഞാൻ വരാം. അല്ല, അങ്ങ് എന്റെ ഉത്തരത്തിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇത്രയും നേരം അങ്ങ് സംസാരിച്ചത് ഞാൻ വരാം. കോടതിയുടെ മാധു, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ഇവിടെ സന്ദീപ് വാര്യർ 37-ാം പേജിലെ BJP പ്രകടനപത്രിക ഉദ്ധരിച്ചു. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് കോടതിയുടെ തീരുമാനം എന്നത്തേക്കാണോ, അല്ലെങ്കിൽ ആ കോടതി കേസ് എന്നാണ് ലിസ്റ്റ് നിങ്ങൾ അഡ്വാൻസ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് അനിൽകുമാറിന്റെ പാർട്ടി ആ കേസ് അഡ്വാൻസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ യുവതീ പ്രവേശനം, നിങ്ങളുടെ നിലപാട് പറ. കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ നിലപാട് ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. ശ്രീ വി എസ് ജിതിൻ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തോടുള്ള BJP-യുടെ ബഹുമാനമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ CPM കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ എന്ന നിലയ്ക്കെടുത്ത തീരുമാനത്തെ നിങ്ങളന്ന് ബഹുമാനിച്ചിരുന്നോ? കോടതി വിധിയെ നിങ്ങളന്ന് ബഹുമാനിച്ചിരുന്നോ? കോടതി വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കാൻ ഉള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിച്ചപ്പോൾ നിങ്ങൾ അതിനെ ബഹുമാനിച്ചിരുന്നോ? ഇല്ല, നിങ്ങൾ അത് സുവർണാവസരമായിട്ടാണ് കണ്ടത്. അപ്പൊ അന്ന് നിങ്ങൾക്ക് കോടതിയുടെ വിധിയെ വിലയില്ല. ഇന്ന് നിങ്ങൾക്ക് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ തന്നെ വിലയും അതിന് ബഹുമാനവും ഉണ്ട്. മാധു, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, വിശ്വാസികളുള്ള രാജ്യമാണ്, ഹിന്ദുത്വം ഒരു ജീവിത രീതി പിന്തുടരുന്ന രാജ്യമാണ്. ഇവിടെ ഞങ്ങൾ എല്ലാ കാര്യത്തിനേക്കാളും വില കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ വിശ്വാസികളുടെ അഭിപ്രായത്തിനാണ്. മാധു ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 10 അമ്മമാരെ വിളിച്ചിട്ട് മാധു ചോദിക്കണം ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കണം. അപ്പൊ ഇതിനുള്ള ഉത്തരം മാധുവിന് കിട്ടും. അല്ല, ഇത് നോക്കൂ, അതങ്ങനെ ജനകീയ അഭിപ്രായ സർവേയിലൂടെ വന്ന ഒരു വിധിയല്ല. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ജനകീയ അഭിപ്രായത്തിലാണ് മാധു എന്താണ് സന്ദീപ്? ജനകീയ അഭിപ്രായത്തിലാണോ? അങ്ങ് എന്നോട് ജനകീയ അഭിപ്രായം തേടാനാണ് പറഞ്ഞത്. അങ്ങ് എന്നോട് ജനകീയ അഭിപ്രായം തേടാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ജനകീയ അഭിപ്രായം സമാഹരിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. യുവതീ പ്രവേശനം സാധ്യമാക്കണോ എന്ന് മാധുവിന് സംശയമുണ്ടെങ്കിൽ മാധു ഞാൻ പറഞ്ഞ പരിപാടി ചെയ്താൽ മതി. അതിലെനിക്ക് മറുപടിയുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്.